റോക്കറ്റ് ആകാശത്ത് പോകുമ്പോ ഒരു പാടുണ്ടാവുമല്ലോ, അത് എത്ര സമയം നിൽക്കും? കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എന്റെ മനസ്സ്. ഞാൻ ഒന്നിനെ കുറിച്ചും ബോധേഡല്ല, ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ള ഒരു വാക്ക് പറയാറുണ്ട്. ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോണ്ട കാര്യമില്ല 50 വയസ്സ് കഴിഞ്ഞാൽ. കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എൻ്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം. എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കാം. ഒന്ന് കുട്ടിയെ നോക്കണമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുക. ബസ് എന്തു സുഖാന്ന് ആലോചിച്ചു ഈ ലോകത്ത് ജീവിക്കാൻ. ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം, ഭക്ഷണം വേണമെങ്കിൽ വീട്ടിൽ വരും, പേയ്മെന്റ് എനിക്ക് ഓൺലൈൻ ചെയ്യാം, മൊബൈൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. അത്രയും ലാവിഷ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ അറിയാതെ നമ്മൾ വയസ്സായതൊരു വലിയൊരു വിഷമം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാലേ അവർ മിക്കവാറും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. പിറന്നാളുകൾ നമുക്ക് സന്തോഷമുള്ളതാണെങ്കിലും ഓരോ വയസ്സ് കൂടുന്തോറും നമുക്കൊരു വിഷമമുണ്ട്. എന്നാൽ ഇപ്പൊ അധികമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ. എന്താണ് ഏജിങ് ഗ്രേസ്ഫുള്ളി? ഈ മെന്റൽ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനെയാണോ പറയുന്നത്? അല്ല, അനുവിന്റെ കാര്യം അനു പറഞ്ഞാ പോരെ. നമുക്ക് വിഷമമുണ്ട് പറയുന്നത് എനിക്ക് കുറച്ച് വിഷമമുണ്ട്. എനിക്ക് പ്രായം കൂടുന്നത് ഇഷ്ടം. ചെറുപ്പത്തിലേ പ്രായം കൂടിയാണ്. പ്രായം എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട്. ഓരോ വർഷവും കൂടുമ്പോൾ ബയോളജിക്കലി യു ഗെറ്റ് ഏജ്ഡ്. അതാണ് ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത്. ബർത്ത് ഡേ അല്ല, ബർത്ത് ഡേറ്റ്. ഡേ 7 ഉള്ളൂ. ഇപ്പൊ എല്ലാ ആഴ്ചയും ബർത്ത്ഡേ ഉണ്ടോ? ബർത്ത് ഡേറ്റ് ആണുള്ളത്, അല്ലെങ്കിൽ നക്ഷത്രം ഏതാണെങ്കിലും. പക്ഷെ അത് വർഷത്തിലൊരു പ്രാവശ്യം നമ്മൾ, പക്ഷെ ഓരോ ബർത്ത് ഡേയും അല്ലെങ്കിൽ ബർത്ത് ഡേറ്റും അല്ലെങ്കിൽ ബർത്ത് സ്റ്റാറും ആഴ്ചയിലായാലും, സ്റ്റാർ എന്ന് പറയുന്ന മാസം, സ്റ്റാർ എല്ലാ മാസവും വരുമല്ലോ. അപ്പോൾ ആഴ്ചയിൽ പ്രായം കൂടാം, മാസത്തിൽ പ്രായം കൂടാം, വർഷത്തിൽ പ്രായം കൂടാം. ഇതൊക്കെ എണ്ണി കണക്ക് കൂട്ടാം. പക്ഷെ അത്രയും കാലം നമ്മൾ ജീവിക്കുമ്പോൾ വി ബിക്കം മോർ വൈസർ ആൻഡ് വൈസർ. എഡ്യൂക്കേഷൻ ഗിവ്സ് യു മോർ വിസ്ഡം. അറിവ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അല്ല, വരും വരായികളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, വിവേക വിവേചന ബുദ്ധി എന്നാ പറയാം. പ്രായം കൂടുമ്പോഴും ഇതില്ലാത്ത കുറെ പേരുണ്ട്. അപ്പം എനിക്ക് അസുഖം എന്ന് പറയുന്ന, സാധാരണ പറയുന്ന വാക്ക് അസുഖം. അസുഖം എന്നൊരു വാക്ക് തെറ്റാണ്. അസുഖം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇൽനെസ്സിനാണല്ലോ പറയാ. അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രശ്നമാണ്. സുഖം ഇല്ലായ്മയാണ് അസുഖം. അപ്പൊ സുഖവും അസുഖവും ഏതിനാണുള്ളത്? മനസ്സിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇൽനെസ് ഈസ് നോട്ട് ഡിസീസ്. രോഗം ഉണ്ടാവാം, വയസ്സാകുമ്പോൾ എന്തായാലും രോഗം ഉണ്ടാവും. കാരണം വേറെ എല്ലാത്തിലും വേറെ ടയർ ഉണ്ടാവുമല്ലോ അല്ലേ.